ഞാൻ എൻ്റെ നിലപാട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ചാ വിഷയവും പാലായും തൊടുപുഴയൊക്കെ ആണല്ലോ. അവിടെ ഇല കരിഞ്ഞു പോയി, ഇതൊക്കെയാണല്ലോ സംസാരം. നിങ്ങളെടുത്ത് പരിശോധിക്കണം. പാലാ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റുകളിലാണ് ഞങ്ങൾ വിജയിച്ചത്, രണ്ടില ചിഹ്നത്തിൽ. അത് ഈ പ്രാവശ്യവും രണ്ടില ചിഹ്നത്തിൽ ജയിച്ചത് 10 സീറ്റുകൾ രണ്ടില ചിഹ്നത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ സിംഗിൾ മജോറിറ്റി ഉള്ള പാർട്ടി കേരള കോൺഗ്രസ് എം തന്നെയാണ്. അത് ഒന്ന്. രണ്ട്, പാലാ നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ കയ്യിലത്തെ കണക്കുണ്ട്, നമ്മളെ കാണിക്കാം. നിയമസഭാ മണ്ഡലത്തിൽ 2198 വോട്ട് ലീഡ് LDFനാണ്. 2198 വോട്ട്. ഈ വീമ്പൊക്കെ അടിക്കുന്ന തൊടുപുഴയിൽ നിയോജക മണ്ഡലത്തിൽ ഈ പറയുന്ന വീമ്പടിക്കുന്ന തൊടുപുഴയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവരേതാണ്ട് 38 വാർഡുകളുണ്ട്. വിജയിച്ചത്, ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചത് 2 മാത്രമാണ്. ഇനി അത് പോട്ടെ, നമ്മളാരെ ആക്ഷേപിക്കാനൊന്നുമില്ല. പിന്നെ പറഞ്ഞ ഉത്തരം പറയണമല്ലോ, ഇനിയും പറയാനുണ്ട്. 80-ന് ശേഷം മുനിസിപ്പാലിറ്റി ഫോം ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റി ഒരു ചെയർമാനായി ജോസഫ് ഗ്രൂപ്പ് വന്നിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന കടുത്തുരുത്തിയിലും പറയുന്നുണ്ടല്ലോ ഇലയുടെ കാര്യത്തിൽ. അവിടെ ഇനി വെള്ളം കോരാനാരും വരണ്ട എന്ന് ഒഴിക്കാനൊന്നും വരും. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ആ രീതിയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ വികസന കാര്യത്തിലൊക്കെ ആധുനിക കാര്യത്തിലെല്ലാം പുറകോട്ട് അതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പുതിയ ഒരു മെക്കാനിസം ഉണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ. വെള്ളം കോരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അത് മാത്രമല്ല, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൻ്റെയും 2024 തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ നമ്മൾ എടുത്തു നോക്കി. 25 നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും ഇത് ഏതാണ്ട് 11,000 വോട്ടിന് ഭൂരിപക്ഷമാണ് UDF ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലീഡർഷിപ്പ്? ഇതിന് വന്നിരിക്കുന്നത് ഏതാണ്ട് 2000-ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ്. അത് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നിൽക്കുന്നു സ്റ്റീഫൻ ജോർജ്, 45,000-ൽ നിന്ന് ഭൂരിപക്ഷത്തിൽ നിന്ന് 4,000-ലേക്ക് തിരിഞ്ഞു പോയത്. അപ്പോൾ മാർജിൻ ഈ പറയുന്ന 2,000-ന്റെ അടുത്ത് വന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ സംഘടനാപരമായി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന് കിട്ടേണ്ട സീറ്റുകൾ അല്ലെങ്കിൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ പാലാ നിയമസഭാ മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട 4, അതിൻ്റെ അതിർത്തിയിൽ വരുന്ന 4 ജില്ലാ പഞ്ചായത്തുകളാണ് ഉള്ളത്. ആ 4 ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 3 വിജയിച്ചു, ഈ പ്രാവശ്യം 3 വിജയിച്ചു. ഒരെണ്ണം നേരത്തെ മലയോര പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തം 5 വിജയിച്ചിരുന്ന ജില്ലയിൽ ഇപ്പം 4 വിജയിച്ചു. ഇതാണ് അതിൻ്റെ വസ്തുത.